നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് 2 ഘട്ടമായി. നവംബർ 6-നും 11-നും പോളിംഗ്. വോട്ടെണ്ണൽ നവംബർ 14-ന്. 7 സംസ്ഥാനങ്ങളിലെ 8 സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും 11-ന്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കടുപ്പിക്കാൻ NDAയും മഹാസഖ്യവും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരുകളും 2019-ലും 2024-ലും സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ തീരുമാനമെടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് എന്നിവർക്കെതിരെയും പരാമർശം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. ADGP H വെങ്കടേഷിന് മേൽനോട്ട ചുമതല. ദേവസ്വം ജീവനക്കാർ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയെന്ന് കോടതി ഉത്തരവിൽ പരാമർശം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. വൻ പ്രതിഷേധവുമായി പ്രതിപക്ഷം. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികളെന്ന് ബാനർ. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ചോദ്യോത്തരവേള റദ്ദാക്കി. നോട്ടീസ് നൽകാതെ പ്രതിഷേധമെന്തിനെന്ന് ക്ഷുഭിതനായി സ്പീക്കർ. പ്രതിപക്ഷ നീക്കത്തെ കടന്നാക്രമിച്ച് മന്ത്രിമാർ. ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന് MP രാജേഷ്. ശബരിമലയ്ക്ക് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ട ധർമ്മശാസ്താ ക്ഷേത്രത്തിലും സ്വർണ്ണപ്പാളി വിവാദം. ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം എങ്ങുമെത്തിയില്ല. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം മങ്ങിയത് 3 മാസം കൊണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമരപ്രഖ്യാപനവുമായി കോൺഗ്രസ്. 4 മേഖലാ ജാഥകൾ നടത്തും. സമാപനം പന്തളത്ത് മഹാസമ്മേളനത്തോടെ. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഇന്ന് 2 ജീവനുകൾ പൊലിഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിൽ മരിച്ചത് പന്നിയാർ സ്വദേശി ജോസഫ് വേലുച്ചാമി. ഏലത്തോട്ടത്തിൽ വെച്ച് ആക്രമിച്ചത് ചക്കക്കൊമ്പനെന്ന് നാട്ടുകാർ. അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ടത് തേക്കുവട്ട സ്വദേശി ശാന്തകുമാർ. രാജ്യത്ത് ചുമമരുന്ന് കഴിച്ചുള്ള മരണം 17ആയി. മധ്യപ്രദേശിൽ മരിച്ചത് 14 കുട്ടികൾ. രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തത് 3 മരണം. കോൾഡ്രിഫ് ചുമമരുന്ന് നിരോധിച്ച് മഹാരാഷ്ട്ര. കഫ് സിറപ്പുകൾ പിടിച്ചെടുക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശം. മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കുട്ടികൾക്കുള്ള ചുമമരുന്ന് ഉപയോഗത്തിൽ നിബന്ധനകളുമായി കേരളം. പ്രത്യേക മാർഗരേഖ പുറത്തിറക്കാൻ 3 അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. കുറിപ്പടിയില്ലാതെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് നൽകരുത്. പഴയ കുറിപ്പടി ഉപയോഗിക്കരുതെന്നും ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പരാതിയിൽ 2 ഡോക്ടേഴ്സിനെതിരെ നടപടി. ഡോക്ടർ മുസ്തഫയ്ക്കും ഡോക്ടർ സർഫറാസിനും അന്വേഷണ വിധേയമായി സസ്പെൻഷൻ. ചികിത്സയിൽ പ്രോട്ടോകോൾ ലംഘനമെന്ന് കണ്ടെത്തൽ. വീഴ്ചയില്ലെന്ന DMOയുടെ റിപ്പോർട്ട് തള്ളി ആരോഗ്യവകുപ്പ്. നടപടി 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ഡോക്ടേഴ്സിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കുടുംബം. ഓണം ബമ്പർ ഭാഗ്യശാലി ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത്. ആലപ്പുഴയിലെ ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കി. ശരത്ത് നെട്ടൂരിലെ പെയിന്റ് കടയിൽ ജീവനക്കാരൻ. 24-നോട് സന്തോഷം പങ്കുവച്ച് ശരത്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമീപനവും പോലീസിൽ നിന്നുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനാവണമെന്ന് മുഖ്യമന്ത്രി. പോലീസ് സേനയിൽ ക്രിമിനലുകൾക്ക് സ്ഥാനമില്ല. പോലീസ് സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കാൻ ആകണമെന്നും മുഖ്യമന്ത്രി. കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് DYSP MR മധുബാബുവിനെ മാറ്റി നിർത്തി. മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ നിന്നാണ് സംഘടനയുടെ സംസ്ഥാന ട്രഷററായ മധുബാബുവിനെ ഒഴിവാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് നടപടി. 2023-ലെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പും അംഗത്വ വിതരണവും സുതാര്യമല്ലെന്ന് മൂവാറ്റുപുഴ മുൻസിഫ് കോടതി. പോളിംഗ്, ഫലപ്രഖ്യാപന തീയതി എന്നീ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിൽ ഇല്ലെന്ന് നിരീക്ഷണം. നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെങ്കിലും ഫലപ്രഖ്യാപനത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് കോടതി. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ MLAക്ക് തിരിച്ചടി. വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. രാഷ്ട്രീയ പോര് നടത്തേണ്ട വേദി കോടതിയല്ലെന്ന് വിമർശനം. കോടതിക്ക് പുറത്താണ് രാഷ്ട്രീയ യുദ്ധങ്ങൾ നടത്തേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ്. ഹിമാലയൻ മേഖലയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. വടക്കൻ ബംഗാളിൽ സ്ഥിതി രൂക്ഷം. ഡാർജിലിംഗിലെ മണ്ണിടിച്ചിലിൽ മരണം 23ആയി. മരിച്ചവരിൽ 7 പേർ കുട്ടികൾ.
മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സിക്കിമിലും മേഘാലയയിലും അതീവ ജാഗ്രത. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്ക്ക് നേരെ കോടതി മുറിക്കുള്ളിൽ അതിക്രമശ്രമം. കേസ് പരിഗണിക്കുന്നതിനിടെ ഷൂ എറിയാൻ ശ്രമിച്ചത് അഭിഭാഷകനായ രാകേഷ് കിഷോർ. ആക്രമണശ്രമം സനാതന ധർമ്മത്തിനെതിരെ ചീഫ് ജസ്റ്റിസ് പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് തന്നെ ബാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് RS ഗവായ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 6 വയസ്സുകാരിക്ക് രോഗബാധ. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. സമസ്തയിൽ മരം മുറി വിവാദം. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ മരം മുറിച്ചെന്ന് പരാതി. 100ാം വാർഷിക ഉപഹാരമായി സമസ്ത ഇസ്ലാമിക് സെന്റർ പ്രഖ്യാപിച്ച ആക്സസ് പദ്ധതി മേഖലയിൽ നിന്നാണ് മരം മുറിച്ചു കടത്തിയത്. സമസ്തയുടെ മുഫത്തിഷുമാരായ 2 പേർക്കെതിരെ നടപടി വേണമെന്നാവശ്യം. എയ്ഡഡ് മേഖലയിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ഉടൻ പരിഹാരമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി KCBC. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശുഭപ്രതീക്ഷയെന്ന് KCBC അധ്യക്ഷൻ മാർ ക്ലിമീസ് ബാവ. വിദ്യാഭ്യാസ മന്ത്രിയുമായി മാർ ക്ലിമീസ് ബാവ നാളെ കൂടിക്കാഴ്ച നടത്തും. കണ്ണൂർ തലശ്ശേരിയിൽ ഉപജില്ലാ കായികമേളയിൽ ഷൂ ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ കാലിന് പൊള്ളലേറ്റു. സിന്തറ്റിക് ട്രാക്കിലായിരുന്നു മത്സരം. 9 കുട്ടികൾ ചികിത്സയിൽ. സർവകലാശാല ഭേദഗതി ബിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം VC യോഗം വിളിച്ചു ചേർക്കണം എന്നാണ് പ്രധാന വ്യവസ്ഥ. വൈസ് ചാൻസലർമാർ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തീരുമാനമെടുക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. പുനഃസംഘടന അനന്തമായി നീളുന്നതിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ രൂക്ഷ വിമർശനം. പുനഃസംഘടനയിൽ ചർച്ചയോ സമവായമോ ഇല്ലെന്നും നേതാക്കളുടെ വിമർശനം. KPCC ജനറൽ സെക്രട്ടറിമാരുടെ നിയമനം ഉടനുണ്ടാകുമെന്ന് നേതൃത്വം. പാലിയക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പ്രതിസന്ധികൾ തുടരുന്നുവെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി കോടതിയിൽ. കോടതി നിർദ്ദേശിച്ചിട്ടും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടില്ലെന്ന് കോടതിയുടെ വിമർശനം. 3 ദിവസത്തിൽ തീരുമാനമെടുക്കണമെന്ന് കേന്ദ്രം. മലപ്പുറം നിലമ്പൂരിൽ മുസ്ലിം ലീഗിൽ വിമത നീക്കം. നേരത്തെ അച്ചടക്ക നടപടിക്ക് വിധേയരായ പ്രവർത്തകർ യോഗം ചേർന്നു. 19-ന് വിപുലമായ കൺവെൻഷൻ വിളിക്കാനും നീക്കം. KSRTC ബസിന് മുന്നിലെ ചില്ലിന് സമീപം പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ സൂക്ഷിച്ച സംഭവത്തിൽ ജീവനക്കാരെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കിയിട്ടില്ലെന്ന് KSRTC CMD. പുതിയ സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യാൻ 1 ദിവസത്തെ സാവകാശം നൽകിയതാണെന്ന് CMD. സ്ഥലം മാറ്റത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി യൂണിയൻ കൂട്ടായ്മ TDF. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ മാർഗനിർദ്ദേശങ്ങളുടെ കരട് തയ്യാറാക്കി തമിഴ്നാട് സർക്കാർ. റോഡുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ അനുവദിക്കില്ല. ജീവഹാനിയുണ്ടായാൽ സംഘാടകർക്കായിരിക്കും ഉത്തരവാദിത്തം. പൊതുപരിപാടികളിൽ സ്ത്രീകൾക്ക് പ്രത്യേക ഇടം അനുവദിക്കണമെന്നും മാർഗനിർദ്ദേശം. തൃശൂർ പൂങ്കുന്നത്തെ ATM കവർച്ചാശ്രമത്തിൽ പ്രതി പിടിയിൽ. പേരാമംഗലം സ്വദേശി ജിൻഡോ പിടിയിലായത് തൃശൂർ കുരിയച്ചിറയിലെ ജ്വല്ലറിയിൽ മോഷണം നടത്തുന്നതിനിടെ. കവർച്ചാശ്രമം സാമ്പത്തിക ബാധ്യത തീർക്കാനെന്ന് പ്രതിയുടെ മൊഴി. തിരുവനന്തപുരം കല്ലമ്പലം തോട്ടയ്ക്കാട് പാലത്തിന് സമീപം കാറും ടെമ്പോ വാനും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. തോട്ടയ്ക്കാട് സ്വദേശി മീനയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകനും സാരമായി പരിക്കേറ്റു. കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിൽ വാഹനയാത്രക്കാരെ ശല്യം ചെയ്ത രാജസ്ഥാൻ സ്വദേശിക്കെതിരെ കേസെടുത്തു. സിഗ്നൽ സമയത്ത് വാഹനത്തിന്റെ ഗ്ലാസ് അനുവാദമില്ലാതെ വൃത്തിയാക്കി പണം ആവശ്യപ്പെട്ടത് ചോദ്യം ചെയ്ത യുവാവിനോട് മോശമായി പെരുമാറിയതിനാണ് നടപടി. കൊച്ചി മട്ടാഞ്ചേരിയിൽ ഒരാൾക്ക് കുത്തേറ്റു. പ്രതി ഇർഫാനെ മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ബിന്നു ആശുപത്രിയിൽ. കോടതി വ്യവഹാരങ്ങളിലും മലയാളം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മലയാള ഭാഷാ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി P. രാജീവാണ് ബിൽ അവതരിപ്പിച്ചത്. ചരിത്ര പ്രാധാന്യമുള്ള ബില്ലെന്ന് P. രാജീവ്. വയനാട് ചീരാലിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. നൂൽപ്പുഴ പോലീസ് സ്റ്റേഷന് അടുത്തുള്ള കുടുക്കിയിലാണ് കരടിയെ കണ്ടത്. പൂളക്കര പ്രദേശത്തും കരടിയെ കണ്ടതായി നാട്ടുകാർ. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിലെ കൊലപാതക കേസിൽ നിർണായക കണ്ടെത്തൽ. പ്രതി സണ്ണി മരിച്ച തമിഴ്നാട് സ്വദേശിയെ വീട്ടിലെത്തിച്ചത് സ്വവർഗാനുരാഗത്തിന്. മുൻപും ഇയാൾ സണ്ണിയുടെ വീട്ടിൽ എത്തിയിരുന്നതായി കണ്ടെത്തി. പ്രതി പലരെയും സ്വവർഗരതിക്കായി വീട്ടിൽ എത്തിച്ചിരുന്നതായി പോലീസ്. അപമര്യാദയായി പെരുമാറിയെന്ന ജീവനക്കാരിയുടെ പരാതിയിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് MD B. ശ്രീകുമാറിനെതിരെ കേസ്. സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിനുള്ള വകുപ്പാണ് ചുമത്തിയത്. ആരോപണം നിഷേധിച്ച് B. ശ്രീകുമാർ. കണ്ണൂർ നഗരത്തിൽ ലഹരി മരുന്നുമായി 2 യുവാക്കൾ പിടിയിൽ. കക്കാട് സ്വദേശികളായ ജസീൽ, നിയാസ് എന്നിവരാണ് പിടിയിലായത്.
23.34 ഗ്രാം MDMA പിടിച്ചെടുത്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ച് സംയുക്ത സമരസമിതി. നേര്യമംഗലം മേഖലയിൽ നിർമ്മാണ വിലക്കേർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ അനുകൂല സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന വീണ്ടും സമരത്തിലേക്ക്. ബുധനാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണറുടെ സുരക്ഷാ ഡ്യൂട്ടിക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തിയെന്ന് കണ്ടെത്തൽ. AR ക്യാമ്പിലെ CPO ശരത്താണ് മദ്യപിച്ച് ഗവർണറുടെ ഡ്യൂട്ടിക്ക് എത്തിയത്. കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ശരത്ത് മദ്യപിച്ച വിവരം ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും പുലിയിറങ്ങി ഗർഭിണിയായ വളർത്തുപശുവിനെ കടിച്ചുകൊന്നു. കണ്ണൂരിൽ CPIM ലോക്കൽ സെക്രട്ടറിയെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. ചൊക്ലി സിയുടെ നേതൃത്വത്തിൽ മുൻ വൈരാഗ്യം വെച്ച് മർദ്ദിച്ചെന്നാണ് ചൊക്ലി മേനപ്രം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T ജയേഷിന്റെ പരാതി. പുഷ്പൻ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡും കൊടികളും സിവിൽ ഡ്രസ്സിലെത്തി CI പിഴുതെറിഞ്ഞെന്നും പരാതി. കൊല്ലത്ത് വൻ ലഹരി വേട്ട. 300 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് മുട്ടക്കാവ് സ്വദേശികളായ സാബിറ റൌഫും നജ്മലും. 100 വർഷം പിന്നിടുന്ന തൃശൂർ എടക്കുളം വാണിവിലാസം ലോവർ പ്രൈമറി സ്കൂളിന്റെ 1 വർഷം നീളുന്ന സെന്റിനറി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം മുൻ അധ്യാപിക ശാന്തകുമാരി ടീച്ചർ നിർവഹിച്ചു. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ VG മോഹനൻ, കൺവീനറും പ്രധാനാധ്യാപികയുമായ ഇന്ദുമതി ടീച്ചർ, പഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ, ലോഗോ ഡിസൈൻ ചെയ്ത മുരളീധരൻ, PTA പ്രസിഡന്റ് വിനീഷ്, മുൻ പ്രധാനാധ്യാപിക TK ചന്ദ്രികാഭായ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. സ്ക്രീൻ ഷെയറിംഗ് ആപ്പ് വഴി നടന്ന തട്ടിപ്പിൽ പാലാരിവട്ടം സ്വദേശിക്ക് 10.5 ലക്ഷം രൂപ നഷ്ടമായി. പരിവാഹന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. എറണാകുളത്ത് ലക്ഷങ്ങൾ വില വരുന്ന പശുക്കളെയും കാളകളെയും മോഷ്ടിക്കുന്ന സംഘം പിടിയിൽ. കളമശ്ശേരിയിലെ മോഷണത്തിനിടെയാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100-ലധികം പശുക്കളെയും കാളകളെയും പ്രതികൾ മോഷ്ടിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് തെരുവുനായയുടെ ആക്രമണം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് കടിയേറ്റു. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന പുതുച്ചേരി കേരള സമാജത്തിന്റെ ഓണാഘോഷങ്ങളുടെ സമാപന പരിപാടിയായി കുടുംബ സൗഹൃദ മേള സംഘടിപ്പിച്ചു. സെയിന്റ് ആന്റണീസ് മഹലിൽ വെച്ച് നടന്ന കുടുംബ സൗഹൃദ മേള പുതുച്ചേരി നിയമസഭാ സ്പീക്കർ ഏമ്പലം സെൽവം ഉദ്ഘാടനം ചെയ്തു. അണ്ടർ 17 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് എറണാകുളം കറുകപ്പള്ളി സ്വദേശി തഹ്മിന ഫാത്തിമ. ഗോവയിൽ നടന്ന സെലക്ഷൻ ട്രയലിലാണ് കേരളത്തിൽ നിന്നുള്ള ഏക താരത്തെ തെരഞ്ഞെടുത്തത്. ഈ മാസം 13-ന് കിർഗിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ രാസലഹരി വേട്ട. 153 ഗ്രാം MDMAയുമായി കാപ്പ കേസ് പ്രതിയടക്കം 4 പേർ അറസ്റ്റിൽ. മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി പടയപ്പ. മറയൂർ റോഡിൽ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു. പെരിയവരയിൽ വഴിയോരക്കടകൾ തകർത്തു. കണ്ണൂർ കണ്ടക്കയിൽ തെരുവുനായ ശല്യത്തിനെതിരെ നാടകം കളിക്കുന്നതിനിടെ നായയുടെ കടിയേറ്റു. നാടക പ്രവർത്തകൻ P രാധാകൃഷ്ണനാണ് കടിയേറ്റത്. സമസ്ത 100ാം വാർഷികത്തിന്റെ പ്രചരണാർത്ഥം മലപ്പുറം തൊടുവാനൂർ മേഖല മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ടാലന്റ് എക്സാമിനേഷൻ ലോഗോ പ്രകാശനം ചെയ്തു. തൊടുവാനൂർ റേഞ്ചിലെ 11 മദ്രസകളിലെ 5 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് പരീക്ഷ നടത്തുക. എറണാകുളം എളവൂർ പിച്ചേലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹാശ്രീചക്ര പൂജയും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും ഒക്ടോബർ 29 മുതൽ നവംബർ 9 വരെ നടക്കും. ബ്രഹ്മശ്രീ കണ്ടമംഗലം നന്ദകുമാർ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. പ്രധാന അറിയിപ്പുകൾ നോക്കാം. കണ്ണൂർ കണ്ണപുരം പഴയങ്ങാടി സ്റ്റേഷനുകൾക്കിടയിലുള്ള കൊവ്വപ്പുറം ഗേറ്റ് ബുധനാഴ്ച രാത്രി 11 മണിവരെ അടച്ചിടും. ട്രാക്ക് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് നടപടി. പാലക്കാട് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. HSS അറബിക് വിഭാഗത്തിലേക്കാണ് ഒഴിവ്. കൂടിക്കാഴ്ച ബുധനാഴ്ച രാവിലെ 11 മണിക്ക്. സംസ്ഥാന യുവജന കമ്മീഷൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 8-ന് കോഴിക്കോട് IHRD കോളേജിലാണ് മത്സരം. കോട്ടയം ഏറ്റുമാനൂർ ഗവൺമെന്റ് ITAയിൽ
മെഷീനിസ്റ്റ് ട്രേഡിൽ ഒഴിവ്. അഭിമുഖം നാളെ. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും 1 വർഷ പരിചയവും വേണം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം 16 മുതൽ 19 വരെ തലശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ തുടങ്ങി. 354 രൂപയാണ് ഡെലിഗേറ്റ് ഫീസ്. ഇടുക്കി നെടുങ്കണ്ടം MES കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ഈ മാസം 9-ന് കോളേജിൽ നടക്കുന്ന മേളയിൽ രാജ്യത്തെ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെ നടക്കുന്ന തൊഴിൽമേളയുടെ രജിസ്ട്രേഷൻ സൗജന്യമാണ്. കൽപ്പറ്റയിൽ വിദേശ സർവകലാശാലകളിലെ ബിരുദാനന്തര ബിരുദം, ഗവേഷണം എന്നിവയ്ക്കായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ഒരുക്കുന്ന നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 24-നകം അപേക്ഷ നൽകണം. ദേശീയ വാർത്തകൾ. പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനിടെ പശ്ചിമബംഗാളിൽ BJP പ്രതിനിധി സംഘത്തിന് നേരെ ആക്രമണം. ആക്രമണത്തിൽ മാൽഡ MP ഗഗൻ മുർമുവിന് ഗുരുതര പരിക്ക്. ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലെ ICUവിലെ തീപിടുത്തത്തിൽ 8 മരണം. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. ഹൈദരാബാദിൽ ഡ്രഗ്സ് പാർട്ടി സംഘടിപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത 22 പേരുൾപ്പെടെ 62 പേർ ഡ്രഗ്സ് പാർട്ടിയിൽ പങ്കെടുത്തു. ട്രാപ്പ് ഹൌസ് എന്ന പേരിലാണ് പാർട്ടി സംഘടിപ്പിച്ചത്. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ കേന്ദ്രമടക്കമുള്ള എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ്. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബീഹാറിൽ ഏകദേശം 23 ലക്ഷത്തോളം സ്ത്രീകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി കോൺഗ്രസ്. ഒഴിവാക്കിയത് 2020-ൽ ശക്തമായ പോരാട്ടം നടന്ന 59 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ളവരെ. ഉത്തർപ്രദേശ് റായ്ബറേലിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വീടുകളിൽ മോഷണം നടത്തിയെന്ന് സംശയിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ചയാൾ മരിച്ചു. ഹരിയോം എന്ന യുവാവിനെയാണ് മോഷ്ടാവെന്ന് തെറ്റിദ്ധരിച്ച് നാട്ടുകാർ മർദ്ദിച്ചത്. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. ഡൽഹിയിൽ 18 വയസ്സുള്ള MBBS വിദ്യാർത്ഥിനിയെ ആൺസുഹൃത്തും മറ്റ് 2 സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിച്ചെന്ന് പരാതി. പീഡന ദൃശ്യങ്ങൾ പകർത്തി പ്രതി ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി. സെപ്റ്റംബർ 9-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബംഗളൂരുവിലെ കോലാറിൽ കഴിഞ്ഞ ദിവസം കാണാതായ 2 7ാം ക്ലാസ് വിദ്യാർത്ഥിനികളുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തി. എലച്ചേപ്പള്ളി ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ധന്യാഭായ്, ചൈത്രാഭായ് എന്നിവരാണ് മരിച്ചത്. രാജ്യാന്തര വാർത്ത. എവറസ്റ്റ് കൊടുമുടിയിൽ ഹിമപാതം. 1000 ട്രക്കേഴ്സ് കുടുങ്ങി. 350 പേരെ രക്ഷപ്പെടുത്തി. തന്ത്രപ്രധാന പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ച് ഓസ്ട്രേലിയയും പാപ്പുവ ന്യൂഗിനിയയും. സൈനിക സൗകര്യങ്ങൾ ഇരു രാജ്യങ്ങളും പങ്കിടുമെന്ന് കരാറിൽ. 10,000 പപ്പുവ ന്യൂഗിനിയൻ പൗരന്മാർക്ക് ഓസ്ട്രേലിയൻ സൈനികരാകാൻ അവസരം നൽകാനും വ്യവസ്ഥ. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ 3 പേർക്ക്. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രങ്കോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ജപ്പാനിലെ ഒസാക്ക സർവകലാശാലയിലെ ഷിമോൺ സക്കാഗുച്ചി എന്നിവരാണ് പുരസ്കാരം പങ്കിട്ടത്. ഫ്രാൻസ് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണോ രാജിവെച്ചു. പ്രധാനമന്ത്രിയായി 26 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞെട്ടിക്കുന്ന നീക്കം. 500ഓളം ഡ്രോണുകളും 50-ലേറെ മിസൈലുകളുമായി യുക്രൈനിയൻ നഗരങ്ങളിൽ റഷ്യയുടെ വൻ ആക്രമണം. ഊർജ്ജ കേന്ദ്രങ്ങൾ തകർത്തതിനെ തുടർന്ന് ലക്ഷങ്ങൾ ഇരുട്ടിലായി. ടെന്നസി മിസിസിപ്പി അതിർത്തിയിൽ ലോകത്തെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിർമ്മിക്കാൻ ഇലോൺ മസ്കിന്റെ AI. ഗൂഗിൾ പോലുള്ള എതിരാളികളെ മറികടന്ന് വളർച്ച ത്വരിതപ്പെടുത്താനും നീക്കം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ ഡിസ്കൗണ്ട് സെയിൽ. പ്രമുഖ കമ്പനികളുടെ ഓഹരികൾ 35% വരെ വിലക്കുറവിൽ സ്വന്തമാക്കാം. നിഫ്റ്റി 50-ലെ കമ്പനികളുടെ ഓഹരികളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ 1 വർഷത്തിനിടെ താഴെ പോയത് 7 മുതൽ 35% വരെ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. ഗ്രാമിന് 11,070 രൂപയും പവന് 88,560 രൂപയുമായി. സേവിംഗ്സ് അക്കൗണ്ടിന് സമാനമായ സേവനങ്ങൾ ബേസിക് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ഉപഭോക്താക്കൾക്കും നൽകണമെന്ന് റിസർവ് ബാങ്ക്. SB അക്കൗണ്ടുകൾക്കുള്ള പ്രതിമാസം 4 സൗജന്യ ATM പിൻവലിക്കലുകൾ ബേസിക് അക്കൗണ്ടിലും ബാധകമാകും. UPI, നെഫ്റ്റ്, IMPS തുടങ്ങിയ ഡിജിറ്റൽ ഇടപാടുകൾ പരിധിയില്ലാതെ നടത്താൻ കഴിയും.
ഇന്ത്യയിലെ മുൻനിര പ്രാദേശിക ഭാഷാ സാങ്കേതിക പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത സാങ്കേതിക കമ്പനിയുമായ വേഴ്സെ ഇന്നൊവേഷൻ 88% വരുമാന വളർച്ച കൈവരിച്ചു. 2024 1,029 കോടി രൂപയായിരുന്ന വരുമാനം 2025 1930 കോടി രൂപയായി. എസ് ശക്തിമണി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാകും. നിലവിൽ ഫാക്ടിന്റെ ഫിനാൻസ് ഡയറക്ടറാണ്. 2024 ഫെബ്രുവരി 2 മുതൽ ഫാക്ടിന്റെ CMD തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ദീപാവലി യാത്രകൾക്കായി ഏറ്റവുമധികം പേർ തിരഞ്ഞത് ഇന്ത്യയെന്ന് അഗോഡ സർവേ. 67% തിരച്ചിലും ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കായെന്നും കണക്കുകൾ. കായിക വാർത്തകൾ. പരുക്കിനെ തുടർന്ന് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇംഗ്ലണ്ട് സ്ക്വാഡിൽ നിന്ന് പ്രതിരോധ താരം റീസ് ജെയിംസ് പുറത്ത്. താരത്തിന് പരിക്കേറ്റത് ചെൽസി ലിവർപൂൾ മത്സരത്തിനിടെ. ഓസ്ട്രേലിയ A ടീമിനെതിരായ ഏകദിന പരമ്പര ഇന്ത്യക്ക് 2 വിക്കറ്റിന് ജയിച്ചാണ് ഇന്ത്യ A പരമ്പര സ്വന്തമാക്കിയത്. 68 പന്തിൽ 102 റൺസ് നേടി പ്രഭ്സിമ്രാൻ സിംഗ് ആണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. പ്രൈം വോളിബോൾ ലീഗ് 4ാം സീസണിൽ കൊൽക്കത്ത തണ്ടർ ബോൾട്സിനെ കീഴടക്കി ബംഗളൂരു ടോപ്ഡോസ്. സീസണിൽ തുടർച്ചയായ 2ാം ജയമാണ് ബംഗളൂരുവിന്. കാണാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. കേരള രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ 80 വർഷത്തെ സംഭവ വികാസങ്ങൾ പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രം ദ കൊമ്രേഡിന്റെ ടൈറ്റിൽ പോസ്റ്റർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് റിലീസ് ചെയ്തു. ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് PM തോമസ് കുട്ടിയാണ്. മലയാളത്തിലെ 10ഓളം മുഖ്യധാര അഭിനേതാക്കൾ ചിത്രത്തിൽ അണിനിരക്കുമെന്ന് നിർമ്മാതാവ് മുരളി കുന്നുംപുറത്ത് പറഞ്ഞു. നിഖില വിമൽ നായികയായി എത്തുന്ന പുതിയ മലയാള ചിത്രം പെണ്ണുകേസ് അടുത്ത മാസം തിയേറ്ററിലെത്തും. നവാഗതനായ ഫെബിൻ സിദ്ധാർത്ഥാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഹക്കീം ഷാജഹാൻ, അജു വർഗീസ്, രമേഷ് പിഷാരടി തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നു. മെഡിക്കൽ ക്രൈം ത്രില്ലർ ജോണറിൽ സിജു വിൽസനെ നായകനാക്കി അഭിലാഷ് ആർ നായർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഡോസ് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. എസിനാറ്റി ഫിലിംസിന്റെ ബാനറിൽ ഷാൻഡോ തോമസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. കരൂർ ദുരന്തത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ TVKയുടെ കൊടിമരം JCB ഉപയോഗിച്ച് തകർത്തുവെന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. എല്ലാ പാർട്ടികളുടെയും കൊടികൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്ന ദൃശ്യമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. നാളെ അറിയാൻ. നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ കോഴിക്കോട് കോടഞ്ചേരി മീൻമുട്ടി ട്രാൻസ്ഫോമർ പരിധിയിൽ വൈദ്യുതി മുടങ്ങും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ മേപ്പൂർ സബ്സ്റ്റേഷൻ മുതൽ മൈക്രോവേവ് സ്റ്റേഷൻ വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. എറണാകുളം കൂത്താട്ടുകുളം ഗവൺമെന്റ് UP സ്കൂളിൽ ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11-ന്. ഇടുക്കി തൊടുപുഴ പിറവം റോഡിൽ വഴിത്തല തടിമില്ലിന് മുൻവശത്ത് കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. പത്തനംതിട്ട നിരണം പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം നാളെ 10:30-ന്. അപേക്ഷകർ പുളിക്കീട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ളവരായിരിക്കുമെന്ന് അറിയിപ്പ്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ വികസന സദസ്സ് നാളെ. പരിപാടി K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കിട്ടിയത്. ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയിൽ നിന്നും തടവിലാക്കിയ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളെ നാടുകടത്തിയതായി ഇസ്രയേൽ. ഗ്രേറ്റയോടൊപ്പം 170 ആക്ടിവിസ്റ്റുകൾ വിട്ടയച്ചിട്ടുണ്ട്. ഗ്രീസിലേക്കും സ്ലോവാക്യയിലേക്കുമാണ് ആക്ടിവിസ്റ്റുകളെ നാടുകടത്തിയത്. ഗസയിലെ വീടുകൾ ഇടിച്ചു നിരത്തുന്നത് തുടർന്ന് ഇസ്രയേൽ ടാങ്കുകൾ ഉപയോഗിച്ചാണ് വീടുകൾ തകർത്തുന്നതെന്നും ആക്രമണങ്ങളിൽ 16 പേർ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.